ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്. ചാണക്യൻ്റെ വീട്ടിലാണ്. ചാണക്യനെ തേടി ഒരു അതിഥി എത്തിയിരിക്കുന്നു. ഒരു യാത്രികനാണ്. കഥകൾ പറയുന്നത് ഇയാൾ ചൈനയിൽ നിന്നുമുള്ള യാത്രികനാണ് എന്നാണ്. അതിഥി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചാണക്യൻ എന്തോ ജോലിയിലായിരുന്നു, എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിഥി വന്നതും ചാണക്യൻ തൊട്ടടുത്തുണ്ടായിരുന്ന വിളക്കണച്ചു. എന്നിട്ട് മറ്റൊരു വിളക്ക് കൊളുത്തി. അതിഥി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചത് ഇത് ചിലപ്പോൾ ഭാരതത്തിലെ ആചാരമായിരിക്കും എന്നാണ്. ഒരുപക്ഷെ ഇവർ ഇങ്ങനെയായിരിക്കാം അതിഥികളെ സ്വീകരിക്കുന്നത്. ഒരു വിളക്ക് അണയ്ക്കുക, എന്നിട്ട് മറ്റൊരു വിളക്ക് കൊളുത്തുക. പക്ഷെ എന്നാലും അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു സംശയം ഉണ്ടായിരുന്നു. അയാൾക്ക് ആകാംക്ഷ സഹിക്കാൻ പറ്റാതെ അയാൾ ചാണക്യനോട് ചോദിച്ചു, പറയൂ, നിങ്ങൾ എന്തിനാണ് ആദ്യത്തെ വിളക്ക് അണച്ചത്? എന്നിട്ട് എന്തിനാണ് ഈ രണ്ടാമത്തെ വിളക്ക് കൊളുത്തിയത്? ഇതാണോ നിങ്ങളുടെ ആദ്യത്തെ മര്യാദ? ഇത് നിങ്ങളുടെ ആചാരമാണോ? എനിക്കിത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിവിടുത്തെ ആചാരമൊന്നുമല്ല. നോക്കൂ, ഞാൻ കൊട്ടാരത്തിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ വന്നപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്തുണ്ടായിരുന്ന വിളക്ക്, അതിലൊഴിച്ചിരിക്കുന്ന എണ്ണ, അത് വാങ്ങിച്ചത് ഖജനാവിൽ നിന്നുമുള്ള പണം കൊണ്ടാണ്. പക്ഷേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടല്ല. അതുകൊണ്ടാണ് ആ വിളക്കണച്ചത്. ഇപ്പോൾ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്കിൽ ഒഴിച്ചിരിക്കുന്ന എണ്ണ എൻ്റെ പണം കൊണ്ട് വാങ്ങിച്ചതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഖജനാവിൽ നിന്നും പണമെടുക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ വിളക്കണച്ചത്. നോക്കൂ, ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരാളെ കാണാൻ സാധിക്കുമോ? ചെറിയൊരു കാര്യമാണ്, പക്ഷെ അതിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഖജനാവിൻ്റെ പണം ഉപയോഗിക്കാതിരിക്കുക. എത്ര നല്ല ചിന്തയാണ്, എത്ര വലിയ കാര്യമാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ചാണക്യൻ്റെ തന്നെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ചാണക്യൻ പറയുന്നു, ഒരാൾ മഹാനാവുന്നത് ജന്മം കൊണ്ടല്ല, മറിച്ച് അയാളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്.